നമസ്കാരം. തീവ്രവാദത്തിന് ആര് കുട പിടിച്ചാലും ഇനി ഇന്ത്യൻ മണ്ണിൽ അവർക്ക് സ്ഥാനമുണ്ടാകില്ല. ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് സുരക്ഷാനുമതി നിഷേധിച്ച് ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശമാണിത്. വ്യോമയാന മന്ത്രാലയമാണ് ടർക്കിഷ് കമ്പനിയായ സെലബി ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കിയിരിക്കുന്നത്. ദേശീയ സുരക്ഷയുടെ ഭാഗമായാണ് സുരക്ഷാ അനുമതി റദ്ദാക്കിയതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു തുർക്കി കമ്പനിക്കെതിരെ ഇന്ത്യ നടത്തുന്ന ആദ്യ പരസ്യ നീക്കമാണിത്. നിർണായക തീരുമാനമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തത്. തുർക്കിയുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അറിയിച്ചു. തുർക്കിയുടെയും അസർബൈജാന്റെയും സമ്പൂർണ്ണ വ്യാപാര ബഹിഷ്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി CAIT നാളെ ന്യൂഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട്. തുർക്കിയും അസർബൈജാനും ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് അർമീനിയക്കെതിരെ നിലകൊള്ളുന്നവർ. ഈ സാഹചര്യത്തിൽ അർമീനിയയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ നൽകും. വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശം കൂടുതലായി അർമീനിയയ്ക്ക് കൈമാറും. ഇതിനൊപ്പം ബ്രഹ്മോസും നൽകിയേക്കും. ഇതിലൂടെ തുർക്കിയെ ഇന്ത്യ പാഠം പഠിപ്പിക്കും. ഇന്ത്യയിലെ 9 പ്രധാന വിമാനത്താവളങ്ങളിലെ സേവനങ്ങളിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് സെലേബി ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ പിന്തുണച്ച അപൂർവ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു തുർക്കി. ഇന്ത്യ നടത്തിയ ആക്രമണത്തിനിടെ പാകിസ്ഥാനെ തുർക്കി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. മെയ് 8 രാത്രി ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളിൽ ഭൂരിഭാഗവും തുർക്കി നിർമ്മിതമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുൻപ് തുർക്കിയുടെ യുദ്ധക്കപ്പൽ കറാച്ചിയിലെത്തിയിരുന്നു. പിന്നാലെ തുർക്കി വ്യോമസേനയുടെ C-130 വിമാനവും കറാച്ചിയിൽ ഇറങ്ങി. ഇതെല്ലാം ഇന്ത്യയെ ഭയപ്പെടുത്താനായിരുന്നു. ഇതിനിടെയാണ് പുതിയ നീക്കം ഇന്ത്യ നടത്തുന്നത്. നയതന്ത്ര തലത്തിൽ തുർക്കിയുമായുള്ള സൗഹൃദം ഇന്ത്യ കുറയ്ക്കും. തുർക്കിയിലെ സെലിബി ഏവിയേഷൻസിന് കീഴിൽ 2 സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ സെലിബി എയർപോർട്ട് സർവീസസ് ഇന്ത്യയും ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെ കാർഗോ സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ സെലിബി ഡൽഹി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യയും. സുരക്ഷാനുമതി റദ്ദാക്കിയതോടെ ഈ 2 കമ്പനികളുടെയും ഇന്ത്യയിലെ പ്രവർത്തനം നിശ്ചലമാകും. കൊച്ചി വിമാനത്താവളത്തിലടക്കം ഇവർ പ്രവർത്തിച്ചിരുന്നു. ഇതെല്ലാം ഇനി നടക്കാതെ വരും. പാകിസ്ഥാന് തുർക്കി നൽകുന്ന പിന്തുണയ്ക്ക് എതിരെ വൻ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയരുന്നത്. തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യമുയരുന്നുണ്ട്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി യാത്രകൾ റദ്ദാക്കുന്നതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. JNU ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി സർവകലാശാലകൾ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള പരിപാടികളും റദ്ദാക്കി. പല യാത്രാ വെബ്സൈറ്റുകളും തുർക്കി ടൂറിസം പരിപാടികൾ റദ്ദാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയോട് തുർക്കിക്ക് ഉള്ളിലൊരു പകയുണ്ട്. അർമീനിയയെ പിന്തുണയ്ക്കുന്നതിന്റെ ദേഷ്യം. ഇതുകൊണ്ടാണ് പാകിസ്ഥാനെ അവർ ആയുധം നൽകി സഹായിക്കുന്നത്. എന്നാൽ ഇതിന് പകരമെന്നോണം അർമീനിയയ്ക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉടൻ കൈമാറാനാണ് ഇന്ത്യൻ നീക്കം. ഇന്ത്യയും അർമീനിയയും തമ്മിലുള്ള വളർന്നു വരുന്ന പ്രതിരോധ സഹകരണം മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ ചലനാത്മകതയെ അടിവരയിടുന്നു. ഇരു രാജ്യങ്ങളും അവരുടെ തന്ത്രപരമായ സ്വാധീനം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അർമീനിയയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വിപുലമായ സൈനിക ശേഷികൾ മാത്രമല്ല, കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും പ്രാദേശിക സുരക്ഷയിലേക്കും ഒരു പുതിയ നയതന്ത്ര സാമ്പത്തിക പാതയും വാഗ്ദാനം ചെയ്യുന്നുവെന്നതാണ് വിലയിരുത്തൽ.